സാധാരണയായി നമ്മൾ ഒരേ ടൈപ്പ് ഓംലെറ്റല്ലേ കഴിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ നമുക്കതൊന്ന് മാറ്റി പിടിച്ചാലോ? അതായത് ഒരു സ്പാനിഷ് ടച്ചോടൊക്കെ കൂടിയ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കിടിലൻ ഓംലെറ്റ്. അപ്പം എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലെ ഒരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതിനെ ഇതുപോലെ കനം കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കാം. നമുക്കിനി ഒരു 3 ഉരുളക്കിഴങ്ങ് കൂടി എടുക്കാവേ. അതിനെ നമ്മൾ നടുവേ മുറിച്ച് ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. പാനൊക്കെ നന്നായി ചൂടായി വരുമ്പം നമുക്ക് അല്പം എണ്ണയൊഴിച്ച് ഇതുപോലെ ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കണം. നമുക്കിനി ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തട്ടിക്കളിക്കാം. എന്നാലേ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കിഴങ്ങിനെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഏകദേശം ഗോൾഡൻ ബ്രൗൺ പരുവാകുമ്പോൾ നമുക്ക് ഒന്ന് കോരി വെക്കാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് അരിഞ്ഞു വെച്ച സവാളയൊക്കെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ. നമുക്കിനി നേരത്തെ വറുത്ത് വെച്ച കിഴങ്ങൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ഐറ്റംസ് ചേർക്കാം. അതായത് ഉപ്പ്, ക്രഷ് ചെയ്ത മുളക്, ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് ഇവിടെ ഇരുന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ഓംലെറ്റ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തൊന്ന് മിക്സ് അടിച്ചെടുക്കാവേ. ഇനി ആ മുട്ടയ്ക്കൂടെ ഒരല്പം ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ പാനൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഒരല്പം എണ്ണയൊക്കെ ഒന്ന് തളിച്ച് നമ്മുടെ നേരത്തെ മുട്ട മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുപ്പൊരു ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഇനി ഒരു അടപ്പൊക്കെ അടച്ച് നമുക്കിതിനെ ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വശം സെറ്റ് ആകുമ്പോൾ നമുക്ക് അതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പിസ്സ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഓംലെറ്റ്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അതായത് നമ്മൾ ലേസ് ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫ്ലേവർ ഇല്ലേ, ആ ഒരു ഫ്ലേവറാണ് ഇതിനുള്ളത്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന്. സംഗതി സോഫ്റ്റ് ആണ്. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലെ കുട്ടികൾക്ക് ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ലേസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു.